നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് വൈകുന്നേരം ചായ ഇല്ല, ചായക്ക് പകരം ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. അത് എന്തിന്റെ ജ്യൂസ് ആണെന്നുള്ളത് അറിയണ്ടേ? അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിച്ചാലോ? ഒരു സ്പെഷ്യൽ ജ്യൂസ് ആണേ. അപ്പൊ ആദ്യം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് തോല് പൊളിച്ചെടുക്കാം. പിന്നെ ഇത് പൂവമ്പഴമാണോ ചോദിച്ചാൽ പൂവമ്പഴമല്ല, മൈസൂർ പഴമാണോ ചോദിച്ചാൽ ഇത് മൈസൂർ പഴമല്ല. പിന്നെ ഇത് എന്ത് പഴം ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊരു ചെറിയ പഴമാണ്. പഴത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ചെറിയ പഴമാണ്. അപ്പോൾ ഈ പഴം കൊണ്ട് ജ്യൂസ് അടിച്ചാൽ പോരെ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് പഴമായിട്ടാണ് പഴത്തിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ പോക്കിയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ കേടുണ്ട്, അപ്പോൾ അതൊക്കെ ചെത്തി അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും പഴങ്ങളാണ് നമുക്ക് ആ കൊലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കേടുള്ള ഭാഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കാണില്ലേ, അതൊക്കെ നോട്ട് ചെത്തി ഒഴിവാക്കണം. പിന്നെ ഇത് വെറും പഴം മാത്രമല്ല കേട്ടോ, പഴത്തിൻ്റെ കൂടെ വേറെ 2 ഐറ്റം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോല് പോക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ പഴവും ക്യാരറ്റും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്കിന്നിനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു ജ്യൂസ് മതി, പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട. ഇത് കുടിച്ചാൽ തന്നെ നമ്മളെ വയറ് നിറയും. എനിക്കിങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ വൃത്തിയാക്കലും പാത്രം കഴുകലൊക്കെ ഉണ്ടല്ലോ, അതാണ് സഹിച്ചു കൊടുത്തത്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ ക്യാരറ്റ് ഇവിടെ തോല് പോക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി കൊണ്ടുവരാം. ഇനി അടുത്ത വരുന്ന ഐറ്റമാണ് കാരക്ക, ഡേറ്റ്സ്. അതൊരു 7-8 എണ്ണം എടുക്കാം. അപ്പോൾ പഴവും കാരക്കയും ആണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി കാരക്കയിലുള്ള കുരുവൊക്കെ പോക്കിയെടുക്കണം. അപ്പോൾ ആദ്യം മിക്സിയിലേക്ക് മുറിച്ചിടുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ആദ്യം ക്യാരറ്റും കാരക്കയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. ഇങ്ങനെ തിരിച്ച് പിടിച്ച് മുറിക്കുന്നതാണ് നല്ലത്. ഇതാകുമ്പം കൈ മുറിയൂല, പെട്ടെന്ന് മുറിക്കാനും പറ്റുന്നുണ്ട്. ഇനി കാരക്കേൻ്റെ കുരു പോക്കിയിട്ട് മിക്സിയിലേക്ക് ഇടാം. ഈ കാരക്ക വേണമെങ്കിൽ ചൂടുള്ള പാലിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ പിന്നെ മിക്സിയിൽ അരച്ചെടുക്കാനോ ഈസി ആകും. ഞാനിപ്പോൾ അത് ഇങ്ങനെയാണ് ഇട്ടത്. ഇത് മിക്സായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പാലൊഴിക്കുക. അതിന് അത്യാവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലോണം ജ്യൂസാക്കി എടുക്കണം. കണ്ടോ, ആ കാരക്ക കിടന്നതിൻ്റെ ഉള്ളിൽ നിന്ന് കറങ്ങുന്നത് കണ്ടോ? അത് അരഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. അത് നമ്മൾ ആദ്യമേ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഇനിയിപ്പോൾ സാരമില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ അറിയോ നോക്കുക. ഈ കാരക്ക അത് അറിയൂലേ, ഇതിങ്ങനെ കറങ്ങുകയാണല്ലോ. അങ്ങനെ കുറേ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാരക്ക അരഞ്ഞിട്ടുണ്ട്. കുറച്ച് ചെറിയ പീസൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലതാട്ടോ, നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കുന്നത് നല്ലതാണ്. പിന്നെ പഴം കൂട്ടി ഇനി ഒന്നുകൂടെ ജ്യൂസ് അടിക്കും, അപ്പോൾ ഒന്നുകൂടെ അത് അരഞ്ഞോളും. ഇനി ഈ പഴം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കേടുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മുറിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നേ ഇല്ല. ഇതിൽ പഴവും കാരക്കയും കൂടെ വരുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ പഞ്ചസാരേൻ്റെ ആവശ്യമില്ല. ഇനി ഈ പഴം അരയാനും ആവശ്യമുള്ളത്ര പാല് ഒഴിച്ചു കൊടുക്കുക. പഴം കൂടെ നമുക്ക് ജ്യൂസ് അടിച്ച് കൊണ്ടുവരാം. ഇനി ഈ പഴത്തിൻ്റെ ജ്യൂസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇത് മുഴുവൻ ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചാൽ മതി. ബാക്കി എന്നിട്ട് ക്യാരറ്റും
കാരക്കയും കൂടെ അരച്ച് വെച്ചത് പകുതി മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പഴവും കാരറ്റും കാരക്കയും കൂടെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ അരയ്ക്കുന്നത് മൂന്നും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഴവും കാരറ്റും കാരക്കയും കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അരച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ നമുക്ക് മിക്സാക്കി ഈ ജ്യൂസ് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച ബാക്കിയുള്ള പഴത്തിൻ്റെ ജ്യൂസും കാരറ്റിൻ്റെയും കാരക്കേൻ്റെയും ജ്യൂസും എല്ലാം കൂടെ ഒന്നാക്കി മിക്സ് ആക്കിയിട്ട് ജ്യൂസ് അടിച്ച് കൊണ്ടുവരാം. കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ ജ്യൂസും കൂടെ നേരത്തെ അരച്ച് വെച്ച ജ്യൂസിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. അങ്ങനെ കുറച്ച് നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞങ്ങൾ കുടിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ജ്യൂസ് ഒഴിക്കുകയാണ്. പിന്നെ ജ്യൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇങ്ങനെ പൊരി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ വലിയ മോള് പറഞ്ഞു അവൾക്ക് പൊരി വേണ്ട, പൊരി ഇഷ്ടമല്ല. അപ്പോൾ അവളുടെ ജ്യൂസിൽ മാത്രം പൊരി ചേർത്തിട്ടില്ല. ലിനീഷേട്ടോ അത് അവിടെ ജ്യൂസ് കുടിക്കുകയാണ്. മൂപ്പർക്ക് ഇഷ്ടമായിട്ടോ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതാ ശ്രീകമോളും കുടിക്കുകയാണ്. ശ്രീകമോളുടെ എക്സ്പ്രഷൻ കാണാട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടോ. ഇനി അടുത്തത് ഇതാ ശ്രവ്യമോള് കുടിക്കുകയാണ്. ശ്രവ്യമോള് ജ്യൂസിൻ്റെ മുകളിൽ കാരക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കാരക്ക അതിൻ്റെ മുകളിലിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജ്യൂസ്, അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടാവാൻ കാരണം ഒരു ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മ ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അത് കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തിൻ്റെ ജ്യൂസാണ് എന്നുള്ളത് മനസ്സിലായില്ല. ക്യാരറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അതിൽ നേന്ത്രപ്പഴമാണ് ഒരു ചേർത്തത്, ചെറിയ പഴമല്ല. നേന്ത്രപ്പഴവും കാരറ്റ് പിന്നെ മുത്താറി ഉണ്ടല്ലോ, മുത്താറി വെള്ളം ചേർത്ത് അരച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ള മിക്സർ, അതും പിന്നെ കാരക്കയും കൂടെ ചേർത്തിട്ടുള്ളൊരു ജ്യൂസായിരുന്നു അമ്മ അന്ന് ഉണ്ടാക്കി തന്നത്. അത് കുടിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ വയറ് നിറഞ്ഞു പോയിട്ടോ. ഇവിടെ ഇതാ ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ ആരുടെയും സൗണ്ട് ഇല്ല കേട്ടോ. എല്ലാവരും ഓരോ ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ്. ലിനീഷേട്ടൻ ഇത് 2ാം ട്രിപ്പാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയി കുറച്ചുകൂടെ എടുത്ത് കുടിക്കുകയാണ്. ലിനീഷേട്ടൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും പോയി 2ാം ട്രിപ്പ് എടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്